ഫസ്റ്റിനെക്കാളും നല്ല ഇമോഷണലി കണക്റ്റായി കുറച്ചുകൂടെ നല്ലതായിരുന്നു. പെർഫോമൻസ് ഇതായിരുന്നു ഏറ്റവും പീക്ക്, രാക്ഷസത്തിയുടെ പീക്ക് മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്റ്റോറി ലൈൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണലാണ്. നല്ല സിനിമയാണ്. രക്ഷി ചെട്ടിയുടെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ എടുത്തേക്കുന്ന രീതിയൊക്കെ കൊള്ളാം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. BGM ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സൊക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫിനേക്കാളും ഫസ്റ്റ് എടുത്ത സൈഡേക്കാളും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല പടമാണ്. ഒക്കെ രക്ഷി ചെട്ടിയെ കഴിഞ്ഞിട്ടല്ലേ ഉള്ള ആരും ഭയങ്കര ഫീലിംഗാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറിയാം ഓൾറെഡി ഭയങ്കര ഒരു ഇമോഷണൽ ആയിരിക്കും എന്നറിയാം. അതുപോലെ തന്നെയാണ് പടം. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് രക്ഷി ചെട്ടിയാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ നായികയ്ക്ക് കുറേ കൂടെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചൈത്ര അച്ചാർ ഒരു നല്ല റോളുണ്ട്. നമ്മുടെ ടോബിയിലൊക്കെ ഉള്ള അവർക്ക് നല്ലൊരു സുരഭി എന്ന് പറഞ്ഞൊരു കഥാപാത്രം. പക്ഷേ ഔട്ട് ആൻഡ് ഔട്ട് രക്ഷി ചെട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു മനു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ പെയിന് നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആ ലവിൻ്റെ പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു ആ കടലിൻ്റെ ഇരമ്പോൾ ഉള്ള ഒരു ലവിൻ്റെ ഇമോഷനും എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ഫിലിമാണ്. അതിൻ്റെ ഒരു പേസിങ് നമുക്ക് ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എനിക്ക് നഷ്ടബോധമായിരുന്നു ഇവിടെ തിയേറ്റർ റിലീസ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് മസ്റ്റ് വാച്ചായിട്ട് ഇന്നിപ്പോൾ കണ്ടത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിൽ, നമ്മൾ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻ മനസ്സിലാവും. പ്രണയത്തിന് എപ്പോഴും ഒരു വേദനയുണ്ട്. ആ ഒരു വേദന ത്രൂ ഔട്ട് രക്ഷി ചെട്ടി ആ കഥാപാത്രം ഒരു 10 വർഷത്തിന് ശേഷമുള്ള ഒരു കഥയാണ് ഈ പാർട്ടി കാണിക്കുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള അപ്പോൾ ആ ഒരു പെയിന് ത്രൂ ഔട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞാൽ ത്യാഗം. അത് ഫസ്റ്റ് പാർട്ടിലും കാണിക്കുന്നുണ്ട് പുള്ളി. സെക്കൻഡ് പാർട്ടിൽ അതൊരു ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇഷ്ടപ്പെടാതിരിക്കും ഒന്നുമില്ല. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം അടിപൊളി. പെർഫോമൻസ്, മ്യൂസിക്, DOP, മേക്കിങ്, ഡയറക്ഷൻ എല്ലാം കൊള്ളാം. എല്ലാവരും അടിപൊളി. നല്ല പടമാണ് ബ്രോ. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് കിട്ടിയത് അത് നമ്മൾ എന്ത് പ്രതീക്ഷിച്ച് വന്നോ അത് തന്നെയാണ് പടം. ഫസ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് വരുന്ന ഒരു ലാസ്റ്റ് നമുക്ക് ടൈലൻഡ് പോലെ കാണിക്കുന്ന ഹിൻഡ് അതെന്താണോ കാണിക്കുന്നത് അത് തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും കാണിച്ചിരിക്കുന്നത്. നന്നായി ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ സോളം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് നല്ലൊരു എന്ന് വെച്ചാൽ നമ്മളൊരു അതുവരെ നമ്മൾ ഇമോഷണൽ ആയ ക്ലൈമാക്സ് കൊണ്ടുവച്ച് നമുക്കൊരു ഒന്നും പറയാനില്ല. നല്ല പടം. രക്ഷി ചെട്ടി പെർഫോമൻസ് നമുക്ക് 777 ചാർലിക്ക് ശേഷം നല്ലൊരു പടം. ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം സെക്കൻഡ് എങ്ങനെയായിരിക്കും, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. വലിയ അങ്ങനെ സ്റ്റോറിയൊന്നുമല്ല. സ്റ്റോറി ടെല്ലിംഗ് ആണ്. കഥ പറഞ്ഞിരിക്കുന്ന രീതിയാണ് പടത്തിൻ്റെ ബേസ്. അത് അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. രക്ഷിത് പുള്ളിയുടെ പാർട്ടി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സൈഡായാലും എല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാം നൈസായിരുന്നു. ആ സ്റ്റോറി എങ്ങനെ എൻഡ് ചെയ്യുമെന്ന് അറിയാനുള്ള ഒരു ഇതായിരുന്നു. എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണുമെന്ന് പറഞ്ഞു. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്.